VC നിയമനത്തിൽ ഗവർണർക്ക് വഴങ്ങിയ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നടപടിയിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അതൃപ്തി. മുഖ്യമന്ത്രിയുടെ നിർബന്ധത്തിൽ അവ്യക്തത ബാക്കി നിൽക്കെയാണ് വഴങ്ങൽ തിരിച്ചടിയാകുമെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അഭിപ്രായം ഉയർന്നത്. എന്നാൽ VC നിയമനത്തിൽ സുപ്രീം കോടതിയുടെ നിലപാട് ഗവർണർക്കാണ് തിരിച്ചടിയാകുന്നത് എന്നാണ് ഒരു വിഭാഗം നേതാക്കൾ അഭിപ്രായപ്പെടുന്നത്. VC നിയമനത്തിൽ ഗവർണർക്ക് വഴങ്ങിയില്ലെങ്കിൽ സർക്കാരിന് നേട്ടമാകുമായിരുന്നുവെന്നാണ് വിലയിരുത്തൽ. വിഷയത്തിൽ CPIക്കും അതൃപ്തിയുണ്ട്. ഉറച്ച നിലപാട് എടുത്തുവെങ്കിൽ നിയമനാധികാരം ഗവർണറിൽ നിന്ന് നഷ്ടമാകുമായിരുന്നു. ഒത്തുതീർപ്പിൽ നേട്ടം ലോക്ഭവനാണെന്നാണ് CPI അഭിപ്രായപ്പെടുന്നത്. ഗവർണറുമായി സമവായത്തിന് മുഖ്യമന്ത്രിയാണ് മുൻകൈയെടുത്തത്. KTU ഡിജിറ്റൽ സർവകലാശാല VC നിയമനത്തിൽ സംസ്ഥാന സർക്കാരും ഗവർണറും സമവായത്തിൽ എത്തിയ സാഹചര്യം രാഷ്ട്രീയ വൃത്തങ്ങളെപ്പോലും അമ്പരപ്പിച്ചിരുന്നു. ലോക്ഭവനുമായുള്ള പ്രകടമായ അഭിപ്രായ ഭിന്നതയും നിയമപോരാട്ടവും തെരുവ് യുദ്ധവുമെല്ലാം മുന്നിൽ നിൽക്കെ പിണറായി അർലേക്കർ കൂടിക്കാഴ്ചയിലാണ് ഈ സമവായം ഉരുത്തിരിഞ്ഞത്. സാങ്കേതിക സർവകലാശാല VCയായി സിസ തോമസിനെയും ഡിജിറ്റൽ സർവകലാശാല VCയായി സജി ഗോപിനാഥിനെയും നിയമിക്കുവാൻ ധാരണയിലെത്തിയ കാര്യം മുഖ്യമന്ത്രി അറിയിച്ചപ്പോഴാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എതിർപ്പുയർന്നത്. VC നിയമന സമവായത്തിൽ PM ശ്രീക്ക് സമാനമായ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ കുറ്റപ്പെടുത്തുന്നത്. വിഷയം പാർട്ടി അറിഞ്ഞത് മുഖ്യമന്ത്രി തീരുമാനം പറഞ്ഞപ്പോൾ മാത്രമെന്നും നേതാക്കൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിമർശിച്ചു. എതിർപ്പുയർന്നിട്ടും സർക്കാർ നിലപാട് ഇതാണെന്ന് പിണറായി ആവർത്തിച്ചു. ലോക്ഭവനുമായി മുഖ്യമന്ത്രി ഏകപക്ഷീയ ധാരണയാണ് ഉണ്ടാക്കിയത്. ഇക്കാര്യം CPM സംസ്ഥാന നേതൃത്വത്തിനും അറിവുണ്ടായിരുന്നില്ല. കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ നടപടിക്കെതിരെ കടുത്ത വിമർശനം ഉയർന്നു. PM ശ്രീ കരാറിന് സമാനമായ ആക്ഷേപം ഇക്കാര്യത്തിൽ കേൾക്കേണ്ടി വരുമെന്ന് സെക്രട്ടേറിയറ്റ് അംഗങ്ങളിൽ ചിലർ ഓർമ്മിപ്പിച്ചു. എന്നാൽ നിയമപോരാട്ടവും പരസ്പര പോർവിളിയുമായി മുന്നോട്ടു പോകുവാൻ കഴിയില്ലെന്ന നിലപാടാണ് പിണറായി എടുത്തത്. അതായത് VC നിയമനത്തിൽ ലോക്ഭവനുമായി സമവായത്തിലെത്തുവാനുള്ള തീരുമാനം മുഖ്യമന്ത്രി എടുത്തത് പാർട്ടിയെ പൂർണ്ണമായും ഇരുട്ടിൽ നിർത്തിയാണെന്ന് ഇതോടെ വ്യക്തമാവുകയാണ്.